കോൺഗ്രസ് സിന്ദാബാദ്. നിഷേധങ്ങൾ ഇനംപെട്ട് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് നാട്ടകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഇന്ന് ഉപരോധിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം, മൂലയിടത്തെ മേൽപ്പാലത്തിന്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി, റോഡുകൾ മുഴുവൻ കുഴിയാണ്. വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ജനങ്ങൾക്ക് സ്വൈര്യമായി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ആ റോഡിന്റെ അവസ്ഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. വലിയ പ്രൊജക്ടുകൾ ലുലുമാൻ അടക്കം വന്നു, വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. കഞ്ഞിക്കുഴിയിലേക്ക് പോകേണ്ട വാഹനങ്ങളും പുതുപ്പള്ളിയിലേക്ക് പോകേണ്ട വാഹനങ്ങളും പാക്കിൽ വഴി ചങ്ങനാശ്ശേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങളും ഒക്കെ തന്നെ ആ റോഡ് വഴി, ആ മേൽപ്പാലം വഴിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് AE ആയിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇത് ഗവൺമെന്റിലേക്ക് റീടാറിങ്ങിന് വേണ്ടി എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു രണ്ട് കൂട്ടം മെറ്റിലിട്ട കുഴിയടക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അടിയന്തരമായി ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇവിടുത്തെ PWD ഉത്തരം പറയേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ അവിടുത്തെ കുഴിയടച്ച് അവിടെ ജനങ്ങൾക്ക് സൗകര്യമായി നടക്കുന്നതിനും കൃത്യമായ രീതിയിൽ വാഹനങ്ങൾ പോകുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇല്ലാത്ത പക്ഷം ശക്തമായ സമര പോരാട്ടങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും. ആ പാലത്തിന്റെ താഴെ പന്തലി കെട്ടി ഉപവാസം വരെ നടത്താൻ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്കൊരു തീരുമാനം കിട്ടണം. ഇതെന്ന് ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. ആ കുഴിയടച്ച് രണ്ട് കൊട്ടം മെറ്റിലിട്ട് ആ കുഴിയടച്ച് അവിടെ സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിനുപോലും അത് പറയുമ്പോൾ ഇവിടുത്തെ അധികാരികൾ ഞങ്ങളെ ആക്രോശിക്കുന്ന രീതിയിലേക്കാണ് കടന്നു വരുന്നത്. ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കത്തില്ല. അടിയന്തരമായി ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. അവിടെ കൃത്യമായ രീതിയിലേക്ക് വാഹനങ്ങൾ പോകുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കണം. അവിടുത്തെ ബ്ലോക്കുകൾ ഒഴിവാക്കണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അവിടെ ഈ കുഴി കാര്യം ഞാൻ പറയാം, ഇത് ഒരാഴ്ചക്കുള്ളിലെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടന്നില്ലെങ്കിൽ ശക്തമായ സമരം നടന്നു. അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ഈ ഒരു ഞങ്ങൾ കൺസേൺ രണ്ട് ഓട്ടം മെറ്റിലിട്ട കുഴിയൊന്നും അടച്ചു തന്നാൽ മതി സാർ, വേറെ ഒന്നും പറയുന്നില്ല. അത് കൺസേൺ ആണ്. ഇത് സീരിയസ് ആയിട്ട് ഇഷ്യൂ എടുക്കണം. കാരണം അത് ഞങ്ങളിത് ഒരു ജനങ്ങളുടെ പ്രശ്നവുമായി ഞങ്ങൾ വന്നത് സീരിയസ് ആയി ഇഷ്യൂ എടുക്കണം. ഇത് PWD മിനിസ്റ്റർക്കും ഇതിന് നിവേദനത്തിന് കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള ഒരു പരിഹാരം കാണും. കൊടുക്കും.